മാസപ്പടി വിവാദം അങ്ങനെ ചർച്ചകളിൽ നിന്ന് ചർച്ചകളിലേക്ക് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നാളിതുവരെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ആരും മാധ്യമങ്ങളെ കാണാൻ എത്തിയിട്ടുമില്ല. പക്ഷേ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുകയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനെയും വീണ വിജയനെയും ഒക്കെ രാഷ്ട്രീയ കരുക്കളായി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്നത് എന്ന് അദ്ദേഹം പലതവണ പറയുകയും ചെയ്യുന്നു. MV ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ റിപ്പോർട്ടർമാരിൽ ഒരാൾ ചോദിച്ച ഒരു ചോദ്യം, അതായത് ബിനീഷ് കോടിയേരിയെ പണ്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ പിടിച്ചപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറിയോ മറ്റ് മന്ത്രിസഭാ അംഗങ്ങളോ ആരും തന്നെ അതിൽ ഇടപെട്ടിരുന്നില്ല. പക്ഷേ അതേ അവസ്ഥയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ഒരു കേസിനെ സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് സെക്രട്ടറിമാർ എന്ന തരത്തിലൊരു ചോദ്യം ഉയർന്നപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി കോടിയേരി നൽകിയ മറുപടിയായിരുന്നു. കോടിയേരി പറഞ്ഞത്, എൻ്റെ മകൻ്റെ വിഷയമാണ്, എൻ്റെ മകൻ്റെ വിഷയത്തിൽ പാർട്ടിക്കോ പാർട്ടി സംവിധാനത്തിനോ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല, ഒരച്ഛൻ എന്ന തരത്തിൽ ഞാൻ തന്നെ അത് ചെയ്തുകൊള്ളും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ പാർട്ടി ഇടപെടില്ല, അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇടപെടാതിരുന്നത്. ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്, രണ്ട് തലങ്ങളിലുള്ള വിഷയങ്ങളാണ്. അതായത് MV ഗോവിന്ദൻ മാഷ് പറയുന്നത് ഇങ്ങനെയാണ്, അത് രണ്ടാണ്. 2000 നമ്മൾ കണ്ടാൽ മതി. ബിനീഷ് കോടിയേരിന്റെ കേസിന്റെ അകത്ത് പാർട്ടി പറഞ്ഞത്, കോടിയേരി തന്നെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ കോടിയേരി തന്നെ പറഞ്ഞത്, എൻ്റെ മകൻ എന്ന രീതിയിൽ ഒരു ആനുകൂല്യവും പാർട്ടി എന്ന രീതിയിലോ ഞാനെന്ന രീതിയിലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള നിലപാടാണ് അന്ന് എടുത്തത്. അതായത് അത് വേറെ ഒരു കേസിന്റെ ഭാഗമാണ്. ഇത് രണ്ടാണെന്ന് നേരത്തെ അത് സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള വസ്തുതാപരമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കെന്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട കാര്യം? ആർക്ക്? നിങ്ങൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് കെട്ടിപ്പോക്കുന്നത്? അത് പറഞ്ഞാൽ അതിന് മറുപടിയായി. അല്ല, പത്തേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഇന്നിപ്പോൾ ഒരു പത്രത്തിൻ്റെ അകത്ത് ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിണറായി വിജയനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഗവൺമെന്റിനെയും അപഹസിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ടുള്ള ഫലപ്രദമായ നിങ്ങളുടെ ഇടപെടലാണ്. ആ ഇടപെടലിനെ പ്രതിരോധിക്കേണ്ടുന്ന ബാധ്യത നമുക്ക് പാർട്ടി എന്ന രീതിയിലും ഗവൺമെന്റ് എന്ന രീതിയിലുണ്ട്. അത്രയേ ഉള്ളൂ. അതൊന്നുമല്ല, എങ്ങനെയാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് അവരുടെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെല്ലാം കരാറുണ്ടാക്കാൻ പറ്റും? അല്ലാതെ അതിലേന്ന് മുഖ്യമന്ത്രി എനിക്കറിയില്ല പറഞ്ഞു. അതൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാകും? നിങ്ങൾ അവിടെ പരിശോധിച്ച് നോക്ക്. നിങ്ങൾ വാർത്താ ശൃംഖലയുടെ പുസ്തകങ്ങളല്ലേ, നിങ്ങൾ നോക്കും. ആ ഞങ്ങൾ കരാർ പരിശോധിച്ചില്ലാതൊന്നും ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നതല്ല നമ്മുടെ പാർട്ടി പറഞ്ഞതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇത്രയും അന്നും പറഞ്ഞിട്ടുള്ളൂ, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നത് എന്ന് ഇന്നത്തെ മനോരമ, ഞാൻ പത്രം പറയാണ്ട് നിങ്ങളുടെ ഇന്നത്തെ മനോരമ പത്രത്തോടുകൂടി വളരെ വ്യക്തതയോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. പിണറായി വിജയന്റെ ഫോട്ടോ കൂടി വെച്ചിട്ട് എന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവതരിപ്പിച്ചത്. അതിന് പിന്നെ KSIDC ആണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിന്ന് KSIDCയെ പറ്റി, അതിന്റെ ഷെയറിനെ പറ്റി, അത് എപ്പോഴാണ് ഷെയർ എടുത്തത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് കൊണ്ട് പറഞ്ഞത്. അവര് പറയേണ്ട സമയത്ത് അവര് പറയേണ്ട, ഞങ്ങളിപ്പോ അതിന്റെ മറുപടി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോഴും മറുപടി പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPIMനെതിരായി മുഖ്യമന്ത്രിക്കെതിരായിട്ട് വന്ന കാര്യം വെച്ചുകൊണ്ട് അത് സംബന്ധിച്ച് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഇതിന്റെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾക്കെതിരെ വിവരം ഉണ്ടാവേണ്ട കാര്യം? ഞങ്ങൾക്ക് ഒരു വിവരമുണ്ട്. ഇപ്പോൾ ആരെല്ലാം എന്തെല്ലാം കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്, ആ കമ്പനിയെ പറ്റിയെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? അത് സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി. ഞങ്ങൾക്കതിനകത്ത് വേറെ പറഞ്ഞില്ല. അതിലൊന്നും പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ടോ ഒന്നും ഉണ്ടായതല്ല. ഇതിലുള്ള പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ഒരു കടന്നാക്രമം എന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത്രയേ കണ്ടു. അതിനാണ് MV ഗോവിന്ദൻ മാഷ് പറയുന്നത്, ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട കേസ് അദ്ദേഹത്തിന്റെ പിതാവ് കോടിയേരി തന്നെ തീർത്തുകൊള്ളാം, പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്ന തരത്തിലേക്കാണ്.
പക്ഷേ വീണാ വിജയന്റേത് രാഷ്ട്രീയപരമായി മുതലെടുക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയെ പലതരത്തിലും വേട്ടയാടുന്ന തരത്തിൽ പുതിയൊരു അപ്പകഷ്ടം കിട്ടിയതുപോലെ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. ഇത് അത്തരത്തിലുള്ളൊരു വേട്ടയാടൽ മാത്രമാണ്. അതിന് നിന്നുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിക്കുന്നത്. എന്തായാലും എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ്. അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, അന്നു മതി ഈ ക്രൂശിക്കൽ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒന്ന് വ്യക്തമാണ്, എന്തു പ്രശ്നം വന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിട്ടുകൊടുക്കില്ല, അദ്ദേഹത്തിന്റെ മകളെയും വിട്ടുകൊടുക്കില്ല, രാഷ്ട്രീയപരമായ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല, നിയമം ഏതാണോ ആ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും എന്ന് അടിവരയിട്ട് പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ്.